വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ അടുത്ത നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള സമയമായി കേട്ടോ. പഠിച്ചു തുടങ്ങാനുള്ള സമയമാണിത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പരീക്ഷ കഴിഞ്ഞു, ഇനി ഒന്ന് റിലാക്സ്ഡ് ഒക്കെ ആയി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് അടുത്ത തവണ പരീക്ഷ എഴുതാൻ പോകുന്നവർ, ഇത്തവണ പരീക്ഷ എഴുതിയിട്ട് കിട്ടുകയില്ല എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളവർ, ഇപ്പോൾ ആൻസർ കീ ഒക്കെ വന്ന് കാണും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിരാശപ്പെടാതെ പഠിച്ചു തുടങ്ങേണ്ട സമയമാണിത്. നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എപ്പോൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിന് മുഹൂർത്തം ഒന്നും കുറിക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം വീഡിയോ കണ്ടിട്ട് അന്നേരം പോയി പഠിച്ചു തുടങ്ങിക്കണം. അപ്പോൾ ഇതിനു വേണ്ടി വേറെ എന്താണ് ജ്യോത്സ്യന്മാരെ കാണാനോ അല്ലെങ്കിൽ വിദഗ്ധന്മാരെ കാണാനൊന്നും പോകേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നൗ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നൗ ഇറ്റ് സെൽഫ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം. എന്ത് പഠിച്ചു തുടങ്ങണം? കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ നിങ്ങൾക്കറിയാം. നേരത്തെ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കാത്തത് കൊണ്ടാണോ, ഇലക്ട്രോണിക്സ് പഠിക്കാത്തത് കൊണ്ടാണോ, ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കാത്തത് കൊണ്ടാണോ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാത്തത് കൊണ്ടാണോ, ഇങ്ങനെ ഏത് മേഖലകളാണ് ഞാൻ വീക്കായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവും ഇല്ല. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വീക്ക് എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് പഠിച്ചു തുടങ്ങുക. സ്ട്രോങ് പോയിന്റ് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്ന് അത് തന്നെ മിനുസപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് വലിയ പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. സ്ട്രോങ് പോയിന്റ് പഠിക്കേണ്ടെന്നല്ല അർത്ഥം. സ്ട്രോങ് പോയിന്റിൽ കുറച്ച് ഫോക്കസ് കുറച്ച് കൊടുത്തിട്ട് വീക്കസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പോയിന്റ് അത് കവറപ്പ് ചെയ്യാൻ, അത് മേക്കപ്പ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ആ മേഖലകൾ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഈ ആയുധമില്ലാതെ നിങ്ങൾ വെറുതെ പരീക്ഷയ്ക്ക് പോയി വീരമൃത്യു വരിക്കാൻ ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും നിങ്ങൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ സമയത്ത്, അടുത്ത ബാച്ചിലേക്കുള്ള നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയ സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ് കൊടുക്കുന്നത് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഫോർമുലാസ് ആണ്. ഏകദേശം 300ഓളം ഫോർമുലാസ് നമ്മൾ 2 ദിവസത്തെ ക്ലാസ്സുകളിലായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് കുട്ടികളോട് ഈ ഫോർമുലാസ് പഠിക്കാൻ പറയും. എന്നിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് തുടങ്ങുകയാണ് ചെയ്യുക. മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്യുലർ, ന്യൂക്ലിയർ ഫിസിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ, ഇലക്ട്രോണിക്സ്, ഈ ഓർഡറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ, ന്യൂക്ലിയർ, ഇതൊക്കെ അറ്റോമിക് ആൻഡ് മോളിക്യുലർ, ഇതൊക്കെ പാരലായിട്ട്, കോർ ഫിസിക്സിന് പാരലായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചും പോകും. ആ രീതിയിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്കായിട്ട് കോഴ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വീക്ക്ലി എക്സാമുകളും നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസും എല്ലാം നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഈ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി നമുക്കുള്ളത് കൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എൻറ്റയർ പോർഷൻ കവർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാ വീക്കും നിങ്ങൾക്ക് എക്സാമും ഉണ്ട്. എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക വഴി നിങ്ങൾക്ക് ആദ്യമൊക്കെ മാർക്ക് കുറവായിരിക്കും. മാർക്ക് കൂടുതലുള്ളവരുമുണ്ട്, കുറവുള്ളവരുമുണ്ട്. പിന്നെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറവുള്ളവർ വീണ്ടും വർക്ക് ചെയ്തിട്ട് ഈ മാർക്ക് കൂടിയ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം എത്തുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ ഒരു ട്രെൻഡാണ് നമ്മുടെ എല്ലാ കോഴ്സുകളിലും നമ്മൾ കണ്ടുവരുന്നത്. സോ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എല്ലാ കുട്ടികളോടും നമ്മൾ പറയുന്നതാണ്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ഇൻ്റലിജൻസ്. നിങ്ങൾ ഹൈലി ഇൻ്റലിജൻ്റ് ആണ്, IQ ഭയങ്കരമാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ അവസാന എക്സാമിന് നിങ്ങളെ തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ടൈം ടേബിൾ നിങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ട് തോന്നുന്ന സമയം നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഓൺലൈൻ സ്റ്റഡി സ്ട്രാറ്റജിക്ക് അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. രാവിലെ പഠിക്കണമെങ്കിൽ രാവിലെ പഠിക്കാം, വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം, ഉച്ചയ്ക്കെങ്കിൽ ഉച്ചയ്ക്ക്, ഒരു പ്രശ്നവുമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, പ്രൊവൈഡഡ് യു കംപ്ലീറ്റ് ദ സിലബസ് ബിഫോർ ദ വീക്ക്ലി എക്സാം. ആ വീക്ക്ലി എക്സാമിന് മുമ്പ് നിങ്ങൾ പഠിച്ചു തീർത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വീക്ക്ലി എക്സാമുകൾ എഴുതി പിറ്റേ ദിവസത്തെ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളിൽ കൂടി ആ ക്ലാസ്സിൽ പ്രോബ്ലംസ് വീണ്ടും ഡിസ്കസ് ചെയ്ത്
ആ പ്രോബ്ലംസ് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് എഴുതിയെടുത്ത് പിന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള പഠനം, പിന്നെ അതിനിടയ്ക്കെല്ലാം ലൈവ് ക്ലാസ്സുകളുണ്ട്. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് എൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളും ബാക്കി ടീച്ചേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. 2 മണിക്കൂർ വെച്ചിട്ട് ആ ലൈവ് ക്ലാസ്സുകളും കൂടി വരുമ്പോഴത്തേനും നിങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, സമയം മെനക്കെടുത്തരുത്. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് ഉഴപ്പാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നന്നായിട്ട് പഠിച്ചാൽ അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് JRFോട് കൂടി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വേണ്ട. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആ സ്വപ്നത്തിന് നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളോട് കൂടെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, നെറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും you can contact us. We will be there helping you. So we welcome you all to our new JRF Victory Batch, which is designated for the next June exam. So I wish you all the best and we welcome you to Competitive Cracker. Thank you.